പിറ്റേന്ന് രാവിലെ കുട്ടികളെ ഒരുക്കേണ്ടതും മറ്റും ഷീതുവായതുകൊണ്ട് അവൾ രാവിലെ പ്രോഗ്രാമിന് പോകാൻ എഴുന്നേറ്റിരുന്നു. ഇസ് നല്ല ഉറക്കമായിരുന്നു. കുഞ്ഞിനെ ഉണർത്താതെ അവൾ ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് കയറി. ചാർലിയും ക്രിസ്റ്റിയും റയാനും രാവിലെ ചിലപ്പോഴൊക്കെ ജോഗിങ്ങിന് പോകുന്നൊരു പതിവുണ്ട്. അവൾ എഴുന്നേറ്റപ്പോൾ ചാർലി അവിടെയെങ്ങും കണ്ടിരുന്നില്ല. എല്ലാവർക്കും കോളേജും സ്കൂളും ഒക്കെ അടച്ചതുകൊണ്ട് രാവിലെ 3 പേരും കൂടി ജോഗിങ്ങിന് പോയി കാണുമെന്ന് അവൾ കരുതി. കുളിച്ച് ഫ്രഷായി അവൾ ബാത്റൂമിൽ നിന്നും ഇറങ്ങി. ഒരു ബ്ലാക്ക് ലെഗിൻസും യെല്ലോ കളർ ടോപ്പുമായിരുന്നു അവളുടെ വേഷം. റിയയോടും ഋഷുവിനോടും കുട്ടികളെ ഒരുക്കാനും മറ്റും അവൾക്ക് കൂട്ടിച്ചെല്ലണമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. തലമുടി കോതി വെറുതെ കുളിപ്പിന്നലൊന്ന് കെട്ടി കണ്ണുകൾ ചെറുതായി എഴുതി ഒരു പൊട്ടും തൊട്ട് അവൾ ഒരുങ്ങി. അവൾ റെഡിയായതും ചാർലി വാതിൽ തുറന്ന് അകത്തേക്ക് കയറി വന്നിരുന്നു. നീ റെഡിയായോ? ഞങ്ങൾ വരുന്ന വഴി ഒരു ചായ കുടിക്കാൻ കയറി, അതാ ലേറ്റായത്, അവൻ അവളെ നോക്കി പറഞ്ഞു. ഞാൻ രാവിലെ എഴുന്നേറ്റ് ഉച്ചായ, പിന്നെ കിടന്നിട്ട് എനിക്ക് ഉറക്കം വന്നില്ല. എന്തോ ഒരു ഭാരം പോലെ മനസ്സിന്. പിന്നെ ഇച്ചായം വരുമ്പോഴേക്കും കുളിച്ച് റെഡിയായി നിൽക്കാമെന്ന് കരുതി. നീ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ ചിന്തിക്കുന്നത് കൊണ്ടാണ് അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നത്. ധൈര്യമായിട്ടിരിക്കുക, എന്ത് വന്നാലും നമ്മൾ ഫേസ് ചെയ്യും. അങ്ങനെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക, അവൻ അവളുടെ കവളിലൊന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞു. അതിനവളും തിരികെ ഒന്ന് പുഞ്ചിരിച്ചു. ഇസു എഴുന്നേറ്റില്ലേ? കട്ടിലിൽ നിഷ്കളങ്കമായി ഉറങ്ങുന്ന കുഞ്ഞിനെ നോക്കി അവൻ ചോദിച്ചു. ഇല്ല ഇച്ചായ, ഇച്ചായം വരുമ്പോൾ അവളെയും കൂടി ഉണർത്തി താഴേക്ക് കൊണ്ടുവരണേ, ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ, അവൾ അവനെ നോക്കി പറഞ്ഞതിന് ശേഷം അവിടെ നിന്നും പോകാൻ തുടങ്ങിയതും ചാർലി അവളെ അവിടെ തന്നെ പിടിച്ചു നിർത്തി. അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ചാർലി അവളുടെ മുഖം തൻ്റെ കരങ്ങളിലെടുത്തു. അവൾ ചെറു പുഞ്ചിരിയോടെ അവനെ തന്നെ നോക്കുകയായിരുന്നു. അവൻ അവളുടെ നെറ്റിയിലൊന്ന് അമർത്തി ചുംബിച്ചു. തൻ്റെ 2 കണ്ണുകളും അടച്ച് അവൾ അതിനെ സ്വീകരിച്ചു. ചില്ല, പൊയ്ക്കോ, അവൻ പറഞ്ഞതും അവൾ തലയാട്ടി. അവൾ അടുക്കളയിലേക്ക് ചെന്നപ്പോഴേക്കും മമ്മി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. അവളും അവരുടെ കൂടെ നിന്ന് സഹായിച്ചു. മമ്മി, 11 മണിയാകുമ്പോഴേക്കും റയാനെയോ ക്രിസ്റ്റിയോ വിളിച്ചിട്ട് പള്ളിയിലേക്ക് വന്നാൽ മതി. ആ ടൈമൊക്കെ ആകും പ്രോഗ്രാം തുടങ്ങാൻ, അവൾ അവരെ ഓർമ്മിപ്പിച്ചു. മോളെ, നമ്മുടെ പിള്ളേരൊക്കെ എത്രാമത്താ? അവർ സംശയത്തോടെ തിരികെ അവളെ നോക്കി. അതൊക്കെ അവിടെ ചെന്നാൽ മാത്രമേ അറിയുള്ളൂ മമ്മി. ഒരുക്കുന്നതാ എനിക്ക് പേടി. കുറേ ആയില്ലേ ഞാനതൊക്കെ ചെയ്തിട്ട്. എല്ലാം ജഡ്ജസ് ശ്രദ്ധിക്കും. പിന്നെ റിയയും ഋഷു ഉള്ളതാ എനിക്ക് ധൈര്യം, അവൾ പുഞ്ചിരിച്ചു. അവർ രണ്ടുപേരും മോളുടെ ഇടവും വലവും ഉണ്ടല്ലോ, അവരും തിരികെ പറഞ്ഞു. ഷീതു എപ്പോഴേക്കും കുഞ്ഞിനെയും എടുത്തുകൊണ്ട് താഴേക്ക് വന്നു. ഇസു കുളിച്ച് ചുന്ദരിയായി. ഒരു ബ്ലൂ കളർ സ്ലീവ്ലെസ് ഫ്രോക്കായിരുന്നു വേഷം. തലയിൽ 2 സൈഡും ബണ്ണൊക്കെ കെട്ടി കുഞ്ഞു പൊട്ടൊക്കെ ഇട്ട് സുന്ദരിയായി ഒരുങ്ങിയിരുന്നു. ഇച്ചാൻ ഇവളെ ഒരുക്കിയോ? ഞാൻ കരുതി അവൾ മമ്മിയോടൊപ്പം വരട്ടെ. എനിക്ക് ഒരുക്കാനൊക്കെ പോകേണ്ടതുകൊണ്ട് അവളെ നോക്കാൻ പറ്റില്ലല്ലോ. മമ്മി 10 മണിക്ക് വരുമ്പോൾ കൊണ്ടുവരട്ടെ എന്നാ ഞാൻ കരുതിയേ, ഷീതു അവനെ നോക്കി പറഞ്ഞു. അത് സാരമില്ല, ഞങ്ങൾ 3 പേരും ഉണ്ടല്ലോ, അവളെ ഞങ്ങൾ ആരേലും നോക്കിക്കോളാം, അവൻ ചിരിച്ചു. അമ്മയുടെ കുഞ്ഞ് ചുന്ദരിയായി. അപ്പം ചുന്ദരിയായിട്ടാണല്ലോ ഇന്ന് ഒരുക്കിയേ, ഷീതു കുഞ്ഞിനെ എടുത്തുകൊണ്ട് പറഞ്ഞു. ആനോ ജീത്തു? അവൾ ആകാംക്ഷയോട് ചോദിച്ചു. അതേന്നേ, ഷീതു ചിരിച്ചു. അവൾ കുഞ്ഞിന് ഭക്ഷണം കഴിപ്പിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ക്രിസ്റ്റിയും റയാനും അവിടേക്ക് ഇറങ്ങി വന്നിരുന്നു. റിയ ഇതുവരെ വന്നില്ലല്ലോ, ഷീതു മുകളിലേക്ക് നോക്കി സംശയത്തോടെ പറഞ്ഞു. നീ അവളോട് പറഞ്ഞില്ലേ ഇന്ന് പോകണമെന്ന്? ക്രിസ്റ്റി ചോദിച്ചു. പറഞ്ഞു. ഇനി ഉറങ്ങിപ്പോയതെങ്ങാണോ ആകും, ഞാനൊന്ന് വിളിക്കട്ടെ, അതും പറഞ്ഞ് ഷീതു തൻ്റെ ഫോണെടുത്ത് വിളിക്കാനായി തുടങ്ങിയതും സ്റ്റെപ്പ് ഇറങ്ങി വന്ന അവളുടെ കയ്യിലുണ്ടായിരുന്ന ഫോൺ റിങ് ചെയ്തു. ആ ദേ വന്നല്ലോ, ചാർലി പറഞ്ഞു. അത് കേട്ടതും റയാൻ അവളെ നോക്കി. ഒരു ഷർട്ടും ജീൻസുമായിരുന്നു അവളുടെ വേഷം. മുടി പോണിറ്റേല് കെട്ടിയിട്ടുണ്ട്. വേറെ ഒരു ഒരുക്കങ്ങളും അവൾക്കില്ല. സിമ്പിൾ ആൻഡ് ഹമ്പിൾ. ഞാൻ ലേറ്റായിട്ടില്ലല്ലോ? അവൾ പുഞ്ചിരിയോടെ അവരെ എല്ലാവരെയും നോക്കി. ഒട്ടുമില്ല, ഞങ്ങളെല്ലാവരും കരുതി നീ കിടന്ന് ഉറക്കമായിരിക്കുമെന്ന്. ഉണ്ടാ ഷീതു നിന്നെ വിളിച്ചത്? ക്രിസ്റ്റി അവളെ നോക്കി മറുപടി പറഞ്ഞു. ചേച്ചി ഇന്നലെ രാത്രി പറഞ്ഞതുകൊണ്ട് ഞാൻ രാവിലെ അലാറം വെച്ചിട്ടാണ് കിടന്നുറങ്ങിയത്. എഴുന്നേറ്റപ്പോൾ ഞാൻ കരുതി ഒരുങ്ങി റെഡിയായിട്ട് താഴേക്ക് ഇറങ്ങി വരാമെന്ന്. അവൾ പറഞ്ഞുകൊണ്ട് ക്രിസ്റ്റിയുടെ തൊട്ടടുത്തായിട്ട് വന്നിരുന്നു. പോകുന്ന വഴി ഋഷുവിനെ കൂടി വിളിക്കണം, ഷീതു അവരെ എല്ലാവരെയും നോക്കി പറഞ്ഞു. അതിന് അവളിപ്പോൾ എഴുന്നേറ്റ് കാണുമോ? മിക്കവാറും കണ്ണു പോലും തുറന്നിട്ടുണ്ടാവില്ല. ഏട്ടത്തി അവളെ ഒന്ന് വിളിച്ചേ. റയാൻ പറഞ്ഞതും അവൾക്കും അത് ശരിയാണെന്ന് തോന്നി. അവൾക്ക് രാവിലെ എഴുന്നേൽക്കാൻ ഭയങ്കര മടിയാണെന്ന് എല്ലാവർക്കും നന്നായിട്ട് അറിയാമായിരുന്നു. അത് കേട്ടതും ഷീതു ഉടനെ തന്നെ അവളുടെ ഫോൺ എടുത്ത് വിളിച്ചു. ഹലോ. ഉറക്കത്തിലെന്ന പോലെ അവൾ ഫോൺ എടുത്തിട്ട് പറഞ്ഞു. ലൗഡ് സ്പീക്കറിലിട ഏട്ടത്തി. റയാൻ പതിയെ അവളോട് പറഞ്ഞതും അവൾ ഉടനെ ഫോൺ ലൗഡ് സ്പീക്കറിലിട്ടു. ഋഷു, നീ ഇതുവരെ എഴുന്നേറ്റില്ലേ? ഷീതു സംശയത്തോടെ അവളോട് ചോദിച്ചു. ഇല്ല ചേച്ചി, സ്കൂളിൽ പോവണ്ടല്ലോ, അവൾ ഉറക്കത്തിലെന്ന പോലെ മറുപടി പറഞ്ഞു. ആ ബെസ്റ്റ് ആളിനെയാ ഏട്ടത്തി കൂട്ടിന് വിളിച്ചിരിക്കുന്നത്, റയാൻ വീണ്ടും അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ഇന്ന് ഷീതു എന്തോ പറയാനായി തുടങ്ങിയതും ക്രിസ്റ്റി അവളുടെ കയ്യിൽ നിന്നും ഫോൺ തട്ടിപ്പറിച്ചു. എല്ലാവരും സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. 10 മിനിറ്റിനുള്ളിൽ കുളിച്ച് റെഡിയായിട്ട് നിന്നിരിക്കണം. നിന്നോട് നല്ല ഷീതു വിളിച്ച് പറഞ്ഞിരുന്നല്ലേ ഇന്ന് കുട്ടികളെ ഒരുക്കാൻ പള്ളി വരണമെന്ന്? 10 മുഴം നാക്കുണ്ടല്ലോ നിനക്ക്, അതിൻ്റെ 1% പ്രവൃത്തികളെ കാണിച്ചൂടെ? അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. രാവിലെ തുടങ്ങി,
ഉറക്കച്ചവടോടെ പതിയാണ് അവൾ അത് പറഞ്ഞിരുന്നെങ്കിലും ലൗഡ് സ്പീക്കറിൽ ഇട്ടതുകൊണ്ട് എല്ലാവരും അത് വ്യക്തമായിട്ട് കേട്ടിരുന്നു. അവൾ ക്രിസ്റ്റി കടുവ എന്ന് വിളിക്കുന്നത് കേട്ടതും എല്ലാവരും പരസ്പരം നോക്കി ചിരിക്കാൻ തുടങ്ങി. കടുവയോ? റിയ അത് കേട്ടതും സംശയത്തോട് ചോദിച്ചു. ക്രിസ്റ്റി പെട്ടെന്ന് തന്നെ ഫോൺ കട്ട് ചെയ്തിരുന്നു. പിന്നെ എല്ലാവരെയും ഒന്ന് നോക്കി. അവൾ അവനെ അങ്ങനെ വിളിക്കുന്നത് ആദ്യമായിട്ടായിരുന്നു അവള് കേട്ടത്. നിനക്കത് അറിയില്ല അല്ലേ? അവള് ചേട്ടായിയെ വിളിക്കുന്നത് അങ്ങനെയാ. അവള് ചേട്ടായിക്കിട്ട പേരാണ് കടുവ. അത് കേട്ട് റയാൻ അവളോട് പറഞ്ഞു. ശരിക്കും പറഞ്ഞ എല്ലാവരും അത് കേട്ട് ചിരിച്ചെങ്കിൽ ചാർലിക്കും ക്രിസ്റ്റിക്കും മമ്മിക്കും ഒക്കെ അതൊരു പുതിയ അറിവായിരുന്നു. ഷീതു പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവളോട് സംസാരിക്കുന്നത് കൊണ്ട് അവനെ അവൾ അങ്ങനെയാ വിളിക്കുന്നതെന്ന് അവൾക്കറിയാമായിരുന്നു. അതെന്താ അങ്ങനെ ഒരു പേര് വിളിക്കുന്നേ? അവൾ വീണ്ടും സംശയത്തോട് ചോദിച്ചു. ആവോ, അതിനെപ്പറ്റിയൊന്നും എനിക്കറിയില്ല. അതൊക്കെ ഇനി അവളോട് ചോദിക്കണം, റയാൻ പറഞ്ഞു. നിനക്കറിയായിരുന്നോ അവൾ ഇങ്ങനെയാണ് ക്രിസ്റ്റിയെ വിളിക്കുന്നതെന്ന്? ചാർലി അവനെ നോക്കി ചോദിച്ചു. എനിക്ക് മാത്രമല്ല, ഏട്ടത്തിക്കും അറിയാം. ഇങ്ങേരുടെ കാര്യം ഞങ്ങളോട് സംസാരിക്കുമ്പോഴെല്ലാം അവൾ ഈ പേരിട്ടാ പറയുന്നത്. പക്ഷേ ഇത് ആദ്യമായിട്ട് അവൾ പബ്ലിക്കായിട്ട് ഇങ്ങനെ വിളിക്കുന്നത്. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരി ഉറക്കത്തിൽ പറഞ്ഞതാണെന്ന്. റയാൻ ചിരിച്ചു. ക്രിസ്റ്റി അപ്പോഴും ഒന്നും മിണ്ടാതിരിക്കുകയാണ്. അവൾ നിന്നെ കടുവ എന്ന് വിളിക്കുന്നത് കേട്ടിട്ട് നീ എന്താടാ ഒന്നും മിണ്ടാതിരിക്കുന്നേ? ചാർലി ചിരിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു. കടുവ എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നതെന്ന് അവൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ. അവൻ ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അത് കേട്ടെല്ലാവരും പരസ്പരം നോക്കി. ആർക്കും അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായിരുന്നില്ല. നേരെന്ന് അവളെ കടിച്ചു കീറുമെന്നാ എനിക്ക് തോന്നുന്നത്, റയാൻ പതിയെ റിയയോട് പറഞ്ഞു. അതിന് റിയ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. റയാൻ അവളോട് പതിയെ സംസാരിക്കുന്നതും മറ്റും എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു. അവർ തമ്മിലുണ്ടായിരുന്ന വഴക്കൊക്കെ മാറി പരസ്പരം സംസാരിക്കുന്നത് കണ്ടതും എല്ലാവർക്കും സന്തോഷം തോന്നി. ഫോൺ വിളിച്ചിട്ട് റിഷു വീണ്ടും മൂടി പൊറിച്ചു കിടന്നുറങ്ങി. എടി റിഷു, ഇവൾക്ക് രാവിലെ പോകണമെന്ന് പറഞ്ഞിട്ട് ഇത് എന്തൊരു ഉറക്കവാ? അവളുടെ മമ്മി അവളെ തട്ടി വിളിച്ചുകൊണ്ട് പറഞ്ഞു. ഓ, ഈ മമ്മി ഉറങ്ങാനും സമ്മതിക്കില്ല. അവൾ പറഞ്ഞുകൊണ്ട് മനസ്സില്ലാ മനസ്സോടെ എഴുന്നേറ്റ് കട്ടിലിരുന്നു. ഞാനൊരു സ്വപ്നം കണ്ട് കിടക്കായിരുന്നു മമ്മി. ആ കടുവേനെ ഉറക്കത്തിലും വെറുതെ വിടില്ല. അവൾ മമ്മിയോട് പറഞ്ഞു. കൊള്ളാം, നീ ഇങ്ങനെ സ്വപ്നം കണ്ട് അവിടെ കിടന്നോ, അവരിപ്പോൾ വരും. അപ്പോൾ കുളിക്ക പോലും ചെയ്യാതെ ഇവിടെ ഇരിക്കും. അവർ അവളെ നോക്കി. അയ്യോ, ഇന്നല്ലേ പള്ളിയിൽ പ്രോഗ്രാം, ഞാനത് മറന്നു. മമ്മി എന്താ കുറച്ച് മുൻപേ എന്നെ വിളിക്കാഞ്ഞത്? അവൾ സമയം നോക്കി സ്വയം പറഞ്ഞു. ആ ബെസ്റ്റ്, രാവിലെ ഞാൻ വന്ന് വിളിച്ചിട്ട് പോയതാ. നീ എഴുന്നേൽക്കുമെന്ന് ഞാൻ കരുതി. ഇങ്ങനെ കിടന്നുറങ്ങുമെന്ന് ഞാൻ അറിഞ്ഞോ? അവരും പറഞ്ഞു. എന്നാൽ അവൾക്കതൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. അവൾ പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ തൻ്റെ ഫോൺ എടുത്ത് നോക്കി. ഷീതു വിളിച്ചിരിക്കുന്നത് അവൾ കണ്ടു. അയ്യോ, അപ്പോൾ ഇത് സ്വപ്നമല്ലായിരുന്നോ? ചേച്ചി വിളിച്ചതും കടുവ സംസാരിച്ചതൊക്കെ സത്യമായിരുന്നോ? എൻ്റെ മാതാവേ, ഞാൻ കടുവയെന്ന് വിളിച്ചത് കേട്ട് കാണുമോ? അവൾക്ക് പെട്ടെന്നാണ് ബോധോദയം വന്നത്. അവൾ പെട്ടെന്ന് അബദ്ധം പറ്റിയതുപോലെ നെറ്റിൽ കൈവച്ചു. പിന്നെ എല്ലാം ഒരു യന്ത്രം പോലെയായിരുന്നു. അവൾ എങ്ങനെയൊക്കെയോ റെഡിയായി താഴേക്ക് ഇറങ്ങിച്ചെന്നു. അവളും ഒരു ഷർട്ടും ജീൻസുമായിരുന്നു വേഷം. ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഹോൺ അടിക്കുന്ന സൗണ്ട് മുറ്റത്ത് കേട്ടത്. അവൾ പെട്ടെന്ന് കഴിച്ചിട്ട് പോയി കൈ കഴുകി. അപ്പോഴേക്കും അവളുടെ മമ്മി പുറത്തേക്ക് ഇറങ്ങിച്ചെന്നു. ആഹാ, ഇതെല്ലാവരും ഉണ്ടല്ലോ. അവർ കാറിൻ്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് അവരെ നോക്കി ഒരു ചിരിയോടെ പറഞ്ഞു. ഇസു, രാവിലെ എവിടെ പോകുക? അമ്മച്ചിയുടെ അടുത്ത് വാ. അവർ ഇസുവിനെ നേരെ കൈ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു. ഇസു റയാൻ്റെ മടിയിലായിരുന്നു ഇരുന്നത്. അവൻ ഉടനെ അവൻ്റെ ഭാഗത്തെ ഡോറ് തുറന്നു കൊടുത്തു. അവളുടെ മമ്മി കുഞ്ഞിനെ എടുത്ത് അവളുടെ കവിളിലൊന്ന് ഉമ്മ വെച്ചു. അവളെവിടെ ആൻറ്റി? ഞാനവളെ രാവിലെ വിളിച്ച് ഉണർത്തിയതാണല്ലോ. ഷീതു അവരെ നോക്കി ചോദിച്ചു. അവൾ കഴിക്കുക മോളെ, ഇപ്പം വരും. അല്ല, നിങ്ങളെല്ലാവരും കഴിച്ചിട്ടാണോ ഇറങ്ങിയത്? ഇല്ലെങ്കിൽ ഇറങ്ങി വാ, നമുക്ക് ഫുഡ് കഴിക്കാം. അവർ സ്നേഹത്തോടെ അവരെ എല്ലാവരെയും നോക്കി വിളിച്ചു. വേണ്ട, ഞങ്ങളെല്ലാവരും കഴിച്ചിട്ടാണ് ഇറങ്ങിയേ. റയാൻ അവരെ നോക്കി മറുപടി പറഞ്ഞു. പ്രിയമോൾ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ? ബാംഗ്ലൂരിൽ നിന്നും വന്നത് ഞാൻ അറിഞ്ഞിരുന്നു. എന്നിട്ട് എന്തോ ഒരു ദിവസം ഇങ്ങോട്ടേക്ക് വരാഞ്ഞേ? അവർ അവളെ നോക്കി ചോദിച്ചു. ഞാനൊരു ദിവസം ഇങ്ങോട്ടേക്ക് വരണമെന്ന് കരുതിയത് ആൻറ്റി. പിന്നെ ഞാൻ വന്നാലും ചേച്ചിയെ കാണില്ലല്ലോ. ചേച്ചി പഠിപ്പിക്കാൻ പോയില്ലേ? അതുകൊണ്ട് അവധിയുള്ള ഒരു ദിവസം വരാമെന്ന് കരുതി. അവൾ ചിരിച്ചുകൊണ്ട് അവരെ നോക്കി മറുപടി പറഞ്ഞു. ക്രിസ്റ്റിയായിരുന്നു കാർ ഓടിച്ചിരുന്നത്. കോ ഡ്രൈവർ സീറ്റിൽ റയാനും ഇരിപ്പുണ്ടായിരുന്നു. ബാക്കിലാണ് റിയയും ശീതളും ഇരുന്നത്. ചാർലി രാവിലെ പോയി ഷോപ്പിലെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നേരെ സ്കൂളിലേക്ക് വരാമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് അവൻ അവൻ്റെ ബുള്ളറ്റിലാണ് പോയത്. ആൻറ്റി, ഇത്തവണ ക്രിസ്മസ് നമ്മുടെ വീട്ടിലാണ്. മമ്മിയും പപ്പയും വിളിക്കും. അതുകൊണ്ട് തിങ്കളാഴ്ച അങ്ങ് എത്തിയേക്കണേ. ക്രിസ്റ്റി ഓർമ്മിപ്പിക്കാൻ എന്നുള്ള രീതിയിൽ അവരെ നോക്കി പറഞ്ഞു. ചേച്ചി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു മോനെ. അവരും ചിരിയോടെ അവന് മറുപടി നൽകി. അപ്പോഴേക്കും അവൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫോണുമായി ഇറങ്ങി വന്നു. അവളെ കണ്ടതും സ്റ്റിയറിംഗിലൊന്ന് താളം പിടിച്ചുകൊണ്ട് ക്രിസ്റ്റി അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കുകയായിരുന്നു. എന്നാൽ അവൾ അവനെ ഒന്ന് മൈൻഡ് പോലും ചെയ്യുന്നില്ലായിരുന്നു. അവൾ നേരെ വന്ന് ബാക്കിലത്തെ ഡോർ തുറന്ന് അകത്തേക്ക് കയറി. മമ്മി, ഞാൻ പോവുകയാണേ. ഉച്ചയ്ക്ക് എന്നെ നോക്കിയിരിക്കണ്ട. മമ്മി ഫുഡ് കഴിച്ചോ? അവൾ അവരെ നോക്കി മറുപടി പറഞ്ഞു. അതേനേ, ഇന്ന് ഞങ്ങളെല്ലാവരും പുറത്തു നിന്നാണ് ഫുഡ് കഴിക്കുന്നത്. റയാൻ ചിരിയോടെ അവരെ നോക്കി പറഞ്ഞതും അവരും ഒരു പുഞ്ചിരിയോടെ തലയാട്ടി. ശരി ആൻറ്റി, ഇനിയും നിന്നാൽ ലേറ്റാകും. ഇപ്പോൾ ഒരുക്കാൻ കയറിയില്ലെങ്കിൽ സമയമാകുമ്പോഴേക്കും പിള്ളേരെ എല്ലാവരെയും ഒരുക്കി തീർക്കാൻ പറ്റുള്ളൂ. ഷീതു അവരെ നോക്കി പറഞ്ഞു.
അത് ശരിയാ മോള് പറഞ്ഞത്, എങ്കിൽ പിന്നെ നിങ്ങൾ പോയിട്ട് വാ. അവരും പറഞ്ഞു. അവർ ഇസുവിനെ ഒന്നുകൂടി ചേർത്ത് പിടിച്ച് അവളുടെ കവളിൽ ചുംബിച്ചു. അവളും തിരികെ അവരുടെ കവളിൽ ചുണ്ടുകൾ ചേർത്തിരുന്നു. നിമിഷങ്ങൾ കഴിഞ്ഞതും അവരെല്ലാവരും സ്കൂളിലേക്ക് എത്തി. ഷീതുവിൻ്റെ പള്ളിക്കാർക്കായിട്ട് ഒരു റൂം സ്കൂളിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെയാണ് കുട്ടികളെല്ലാവരും ഒരുങ്ങുന്നത്. ആമ്പിള്ളേർ രണ്ടുപേരും അവരെ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ ഇറക്കിയിട്ട് ചാർലിയുടെ അടുത്തേക്ക് പോയി. പ്രോഗ്രാം തുടങ്ങുമ്പോഴേക്കും വരാമെന്ന് ഷീതുവിനോട് പറഞ്ഞു. ഇസുവിനെ അവർ കൊണ്ടുപോയിരുന്നു. കുട്ടികളെ ഒരുക്കുന്നതിനിടയ്ക്ക് അവൾക്ക് കുഞ്ഞിനെ നോക്കാൻ കഴിയില്ല എന്ന് അറിയാമായിരുന്നു. അതുമാത്രമല്ല, അവൾക്കാണെങ്കിൽ ഞാനെ കണ്ടാൽ പിന്നെ വേറെ ആരെയും വേണ്ട. പെൺപിള്ളേർ 3 പേരും കൂടി റൂമിൻ്റെ അടുത്തേക്ക് ചെന്നു. കുട്ടികളെല്ലാവരും നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും കൂടി ചേർന്ന് എന്തോ ചർച്ച ചെയ്യുകയാണ്. എല്ലാവരുടെയും മുഖത്ത് വല്ലാത്തൊരു ടെൻഷനും പേടിയും സങ്കടവും ഒക്കെ ഉണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? അവരെ കണ്ടതും ഷീതു സംശയത്തോടെ അവരോട് ചോദിച്ചു. ചേച്ചി, ഒരു പ്രശ്നമുണ്ട്. ഒരു പെൺകുട്ടി അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. എന്ത് പ്രശ്നം? അവളും തിരികെ ചോദിച്ചു. ഇത്തവണ ആദ്യ സ്റ്റേജിൽ ഇറങ്ങുന്നത് നമ്മളാ. സാധാരണ ടോസ് ഇട്ടിട്ടല്ലേ തിരഞ്ഞെടുക്കുന്നത്. പക്ഷെ ഇത്തവണ എന്താണെന്ന് അറിയില്ല. ആദ്യം ഞങ്ങളോട് ഇറങ്ങാൻ പറഞ്ഞു. എന്തോ നേരത്തെ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ ഇത് നമുക്കുള്ള പണിയാണോ എന്നൊരു സംശയം. മറ്റൊരു പെൺകുട്ടി അവളെ നോക്കി പറഞ്ഞു. അത്രേ ഉള്ളൂ? അതിനാണോ നിങ്ങളെല്ലാവരും ഇങ്ങനെ ടെൻഷൻ അടിച്ച് വിഷമിച്ചിരിക്കുന്നേ? റിയ പുഞ്ചിരിയോടെ അവരുടെ മുഖത്തേക്ക് നോക്കി. അതൊന്നും ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ആദ്യം ഇറങ്ങുന്നതും അവസാനം ഇറങ്ങുന്നതും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. നല്ലതുപോലെ സ്റ്റേജിൽ പെർഫോം ചെയ്താൽ മാത്രം മതി. അത് ആദ്യമാണെങ്കിലും അവസാനമാണെങ്കിലും. ആദ്യം കയറുന്നവർക്കും തെറ്റുപറ്റും, അവസാനം കയറുന്നവർക്കും തെറ്റുപറ്റും. അതുകൊണ്ട് അതിനെപ്പറ്റി ഒന്നും നിങ്ങളാരും ചിന്തിക്കേണ്ട. കോൺഫിഡൻസ് ആയിട്ട് നല്ലതുപോലെ ചിരിച്ച് ശരീരം അനക്കി കളിക്കണം. ജഡ്ജസിനെ നോക്കി നല്ലതുപോലെ ചിരിച്ചു കൊടുക്കണം. അല്ലാതെ ആദ്യം ഇറങ്ങിയത് കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവസാനം വരെ വെയിറ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലതല്ലേ എനർജിയോടുകൂടി ആദ്യം കളിച്ചിറങ്ങുന്നത്. കുട്ടികളുടെ കോൺഫിഡൻസ് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി റിയ അവർക്ക് കുറേ മോട്ടിവേഷൻ നൽകി. ഷീതുവും ഋഷുവും അവൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് കണ്ട് ഒരു പുഞ്ചിരിയോടെ നിൽക്കുകയായിരുന്നു. നിങ്ങളെല്ലാവരും നല്ല എനർജറ്റിക് ആയിട്ട് കളിക്കില്ലേ? റിയ സംശയത്തോടെ അവരെ നോക്കി ചോദിച്ചു. ഓഫ് കോഴ്സ് ചേച്ചി, ഇതിപ്പോൾ ഞങ്ങളുടെ കൂടി വാശിയാണ്. വേറെ ഒരു പണിയും ഞങ്ങൾക്ക് അവർ തന്നില്ലെങ്കിൽ ഞങ്ങൾ നല്ലതുപോലെ സ്റ്റേജിൽ പെർഫോം ചെയ്യും. അത് ഞങ്ങൾക്ക് ഉറപ്പാണ്. അതിൽ മെയിനായിട്ടുള്ള ഒരു പെൺകുട്ടി അവരെ നോക്കി പറഞ്ഞു. റിയയും ഷീതുവും ഋഷുവും പിന്നെ 2-3 കുട്ടികളുടെ അമ്മമാരും കൂടി ചേർന്നാണ് കുട്ടികളെ മുണ്ടുടിപ്പിച്ചതും തലകെട്ടി കൊടുത്തതുമെല്ലാം. ഞങ്ങൾ ഒന്നുകൂടി പ്രാക്ടീസ് ചെയ്ത് നോക്കണോ ചേച്ചി, സ്റ്റേജിൽ കയറുന്നതിന് മുൻപ്? അതിലൊരു പെൺകുട്ടി അവരെ നോക്കി ചോദിച്ചു. വേണ്ട, നിങ്ങളുടെ എനർജി മുഴുവൻ നിങ്ങൾ കാണിക്കേണ്ടത് സ്റ്റേജിലാണ്. ഇനി ഇവിടെ വെച്ചൊരു പ്രാക്ടീസ് നടത്തി നോക്കണ്ട. ഷീതൾ അവരെ നോക്കി മറുപടി പറഞ്ഞു. പക്ഷെ ചേച്ചി, ബാക്കിയുള്ളവർ കളിക്കുന്ന സൗണ്ട് കേട്ടില്ലേ? എല്ലാവരും ഡ്രസ്സ് ചെയ്തതിന് ശേഷം കളിച്ച് നോക്കുന്നുണ്ട്. അതിൽ മറ്റൊരു പെൺകുട്ടി അവളെ നോക്കി. കളിച്ച് നോക്കിക്കോട്ടെ, സ്റ്റെപ്പിൽ നിങ്ങൾക്ക് കൺഫ്യൂഷനൊന്നും ഇല്ലല്ലോ. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ എനർജി ഒട്ടും കളയാതെ ജസ്റ്റ് കൈയും കാലും ഉപയോഗിച്ച് വളരെ പതിയെ ഒന്ന് ചെയ്ത് നോക്ക്. ചാടാനും നല്ലതുപോലെ കളിക്കാനും ഇപ്പം നിങ്ങൾ ശ്രമിക്കേണ്ട. നിങ്ങളുടെ ശരീരത്തിലെ ഫുൾ എനർജിയും അത്യാവശ്യമായിട്ടുള്ളത് സ്റ്റേജിൽ കയറുമ്പോഴാണ്. അത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവില്ല, സ്റ്റേജിൽ കയറുമ്പോൾ മനസ്സിലാകും. ഇതൾ വീണ്ടും പറഞ്ഞതും അവരെല്ലാവരും തലയാട്ടി. അവർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന റൂമിൻ്റെ വാതിലിൽ ആരോ മുട്ടുന്നത് പോലെ ശബ്ദം കേട്ടത്. ആയിരുന്നു ചെന്ന് കതക് തുറന്നത്. കതക് തുറന്നതും മുൻപിൽ നിൽക്കുന്ന റിൻസിയും സോണിയുമാണ് കണ്ടത്. അത് കണ്ടതും അവൾ സംശയത്തോടെ നെറ്റിച്ചുളിച്ചു. നിങ്ങൾക്കെന്താ ഇവിടെ കാര്യം? അവൾ സംശയത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി. ഞങ്ങൾ വെറുതെ. കുട്ടികളെല്ലാവരും റെഡിയായോ? റിൻസി അകത്തേക്ക് തലയിട്ടുകൊണ്ട് നോക്കാൻ ശ്രമിച്ചു. എന്നാൽ അതിനവളെ അനുവദിക്കാതെ റിയ വന്ന് മുൻപിൽ നിന്നു. ഞങ്ങളുടെ ഭാഗത്തുള്ള ആരെങ്കിലും നിങ്ങളുടെ റൂമിൽ വന്നിട്ട് നിങ്ങളുടെ കുട്ടികൾ റെഡിയായോ എന്ന് അന്വേഷിച്ചോ? ഇല്ലല്ലോ. അതോ അതിനു വേണ്ടിയിട്ട് ഇവിടെയുള്ള ആരെങ്കിലും നിങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ? ഇത് രണ്ടും ഇല്ലല്ലോ. എങ്കിൽ പിന്നെ രണ്ടുപേരും ചെന്ന് നിങ്ങളുടെ പണി നോക്ക്. കുട്ടികൾ റെഡിയാകുമ്പോൾ അറിയിക്കാം. റിയ അത്രയും പറഞ്ഞിട്ട് അവരുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവരുടെ മുൻപിൽ തന്നെ വാതിൽ കൊട്ടിയെടുത്തു. പ്രിൻസിയും സോണിയും നാണം കെട്ടതുപോലെ മുഖം ചുളിച്ചു. അവരുടെ മുഖം ദേഷ്യത്താൽ ചുവന്നു. ഇവൾക്കിട്ടൊരു പണി കൊടുക്കണം. പണ്ടേ ഉള്ളതാ ഇവൾക്കൊരു ചൊറിച്ചിൽ. അവളും അവളുടെ ഒരു ശീതള ചേച്ചിയും. ഇവളുടെ എടുത്തുചാട്ടോ സംസാരമൊക്കെ നമുക്ക് നിർത്തണം. പ്രിൻസി ദേഷ്യത്തോടെ സോണിയെ നോക്കി പറഞ്ഞു. ചേച്ചി വിഷമിക്കാതിരിക്കുക, പ്രോഗ്രാം ഒന്ന് കഴിയട്ടെ. ഇവൾക്കുള്ള പണി നമുക്ക് തന്നെ കൊടുക്കാം. സോണി പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോയി. സമയം ഓരോന്നായി കടന്നു പോയിക്കൊണ്ടിരുന്നു. പറഞ്ഞതുപോലെ ശീതളിന്റെ പള്ളിയിലുള്ള കുട്ടികളാണ് ആദ്യ സ്റ്റേജിൽ കയറിയിരുന്നത്. മണി അടിച്ചതും അവരവരുടെ ഡാൻസ് തുടങ്ങി. റിൻസിയും സോണിയും ഒക്കെ മുൻപിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ശീതൾ റിയയോട് പറഞ്ഞിട്ട് കുട്ടികൾ കളിക്കുമ്പോൾ ആ ഡാൻസ് ഫോണിൽ പകർത്തിയിരുന്നു. കുട്ടികൾ നല്ല അസലായിട്ട് തന്നെ കളിച്ചു. അവർ നല്ല എനർജറ്റിക് ആയിട്ട് ചിരിച്ച് ചാടി കളിക്കുന്നത് കണ്ടതും റിൻസി ദേഷ്യത്തോടെയും അമർഷത്തോടെയും തൻ്റെ അടുത്തിരിക്കുന്ന സോണിയുടെ മുഖത്തേക്ക് നോക്കി. അവൾ ദേഷ്യത്തിൽ പിള്ളേരെ എല്ലാവരെയും നോക്കുകയായിരുന്നു. ഇന്നലെ പള്ളിയിൽ വെച്ച് അവർ കളിച്ചപ്പോഴുള്ള സ്റ്റെപ്പുകളൊന്നും അല്ലായിരുന്നു ഇന്ന് കുട്ടികൾ കളിച്ചത്. പകരം മാർഗം കളിയിൽ പുതിയ വ്യത്യസ്തതയും പുതിയ സ്റ്റെപ്പുകളും അവർ കൊണ്ടുവന്നിരുന്നു. കുട്ടികളെല്ലാവരും ഡാൻസ് കളിച്ച് അവസാനിപ്പിച്ചതും സ്റ്റേജിൽ കയ്യടികൾ ഉയർന്നു കേട്ടു. അത് കേട്ടതും സോണിയും ദേഷ്യത്തോടെ അവിടെ നിന്നും ചാടി എഴുന്നേറ്റു. ശേഷം അവർ രണ്ടുപേരും അവരുടെ കുട്ടികളുണ്ടായിരുന്ന റൂമിലേക്ക് നടന്നു. അവൾ ചെന്നപ്പോൾ കുട്ടികളിൽ പലരും വെള്ളം കുടിക്കുകയും ഫോണിൽ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയായിരുന്നു.
നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞോ? അവൾ ദേഷ്യത്തോടെ കുട്ടികളെ നോക്കി ചോദിച്ചു. ഊവ് ചേച്ചി, ഡ്രസ്സ് ഇട്ടതിന് ശേഷം ഞങ്ങൾ ഒരു തവണ കളിച്ചു നോക്കിയിരുന്നു. അതിലൊരു പെൺകുട്ടി അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, പാട്ടൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? സോണി പാടുന്ന കുട്ടിയെ നോക്കി സംശയത്താൽ ചോദിച്ചു. പഠിച്ചിട്ടുണ്ട് ചേച്ചി. ആ കുട്ടിയും പേടിയോടെ മറുപടി പറഞ്ഞു. ദേ, ഞാൻ എല്ലാവരോടുമായിട്ടൊരു കാര്യം പറയാം. നിങ്ങൾ കോൺഫിഡൻസോടുകൂടി കളിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ ഞാൻ ആദ്യ സ്ഥാനത്തേക്കും നിങ്ങളെ ഏറ്റവും അവസാനത്തെ സ്ഥാനത്തേക്കും മാറ്റിയത്. അതുകൊണ്ട് മാക്സിമം പ്രാക്ടീസ് ചെയ്തിട്ട് വേണം സ്റ്റേജിലേക്ക് കയറാൻ. ഇതിൽ കയറിയിട്ട് ഒരു തെറ്റ് പോലും സംഭവിക്കരുത്. പെർഫെക്റ്റ് ആയിട്ട് വേണം പാടുകയും കളിക്കുകയും ചെയ്യാൻ. ഇതിൽ തെറ്റിക്കുന്ന ആരാണെങ്കിലും അവരെ അടുത്ത വർഷം മാർഗം കളിക്ക് ഞാൻ കയറ്റില്ല, പറഞ്ഞേക്കാം. അവൾ ദേഷ്യത്തോടെ ഓരോരുത്തരെയും നോക്കി കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. കുട്ടികളെല്ലാവരും അത് കേട്ട് പേടിയോടെ അവളെ നോക്കി തലയാട്ടി. റിൻസിക്ക് ഷീതുവിൻ്റെ കുട്ടികളുടെ ഡാൻസ് കണ്ടിട്ട് ആകെ കലി കയറി. അവൾ ദേഷ്യത്തോടെ കസേരയിലേക്കിരുന്നു. അവളുടെ ആ മുഖഭാവം കണ്ട് അവളുടെ കുട്ടികൾക്കും ആകെ പരിഭ്രമം നിറഞ്ഞു. ഏകദേശം 20ഓളം പള്ളികൾ ഉണ്ടായിരുന്നു മാർഗം കളി കളിക്കാൻ. മനഃപൂർവ്വം തന്നെയായിരുന്നു ശീതളിൻ്റെ കുട്ടികളെ ആദ്യം കളിപ്പിച്ചത്. അത് റിൻസിയും പ്രോഗ്രാമിൻ്റെ കൺവീനറും തമ്മിലുള്ള ഒരു രഹസ്യ അജണ്ടയായിരുന്നു എന്ന് പിന്നീടാണ് ശീതളിന് മനസ്സിലായത്. എന്നാൽ അവൾ അതിന് പരാതിയോ പരിഭവമോ ഒന്നും തന്നെ പറഞ്ഞില്ല. ചാർലിയോടും ക്രിസ്റ്റിയോടും പോലും പറഞ്ഞിരുന്നില്ല. കാരണം അവരറിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമാകുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ 2 പെൺപിള്ളേരെയും കാര്യം പറഞ്ഞ് വിലക്കി. സമയം ഓരോന്നായി കടന്നു പോയിക്കൊണ്ടിരുന്നു. സ്റ്റേജിലിരുന്ന് ഓരോ പള്ളിക്കാരുടെയും പ്രോഗ്രാം കാണുകയായിരുന്നു റിഷു. പെട്ടെന്നാണ് അവളുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നത്. പരിചിതമല്ലാത്ത നമ്പർ കണ്ടതും അവൾ സംശയത്തോടെ ഫോൺ എടുത്തു. ഹലോ, അവൾ സംശയത്തോടെ വിളിച്ചു. ടീച്ചർ, ഞാനാണ് ബെന്നി. ടീച്ചർ എവിടെയാ? ഞാൻ ദേ ഓഡിറ്റോറിയത്തിൻ്റെ ഇട്ട് ബാക്കിലുണ്ട്. അവൻ ഫോണിൽ കൂടി അവളോട് പറഞ്ഞു. ഫ്രണ്ടിലുണ്ടായിരുന്ന അവൾ പെട്ടെന്ന് തിരിഞ്ഞ് ബാക്കിലേക്ക് നോക്കി. എന്നാൽ അവിടെ നിൽക്കുകയായിരുന്നു ക്രിസ്റ്റിയും റയാനും. അവൾ തിരിഞ്ഞു നോക്കുന്നത് കണ്ട് അവനും അവളെ തന്നെ നോക്കി. പെട്ടെന്ന് തന്നെ നോക്കുന്നത് കണ്ടതും ഋഷു ഫോൺ ചെവിയിൽ വെച്ചുകൊണ്ട് നേരെയിരുന്നു. ഹലോ ടീച്ചർ, ടീച്ചർ എവിടെയായിരിക്കുന്നേ? അവൻ വീണ്ടും സംശയത്തോടെ ഫോണിൽ കൂടി അവളോട് ചോദിച്ചു. സർ, ഞാൻ ഫ്രണ്ടിലാണ്. എന്താ കാര്യം? എനിക്ക് ടീച്ചറിനോട് അത്യാവശ്യമായിട്ടൊന്ന് സംസാരിക്കണമായിരുന്നു. ഒന്ന് പുറത്തേക്ക് വരുമോ? അവൾ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു, പോകണോ വേണ്ടായോ എന്ന്. പോകാതിരുന്നാൽ ബെന്നി സാർ എന്ത് കരുതുമെന്നുള്ള സംശയമായിരുന്നു അവൾക്ക്. എന്നാൽ അവൻ വിളിക്കുന്നിടത്ത് പോയാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്നും അവൾക്ക് മനസ്സിൽ തോന്നി. ടീച്ചർ എന്താ ഒന്നും മിണ്ടാത്തേ? ഞാൻ ഫ്രണ്ടിലേക്ക് വരണോ? അവൻ സംശയത്തോടെ വീണ്ടും അവളോട് ചോദിച്ചു. ഏയ് വേണ്ട വേണ്ട, ഞാൻ വരാം, അവൾ പതിയെ അവനോട് പറഞ്ഞു. ഷീതു കുട്ടികളുടെ ഡ്രസ്സ് മാറ്റാൻ സഹായിക്കാൻ വേണ്ടി അവരോടൊപ്പം പോയിരുന്നു. റേയും ഷീതുവിൻ്റെ ഒപ്പം ചെന്നു. ബാക്കിയുള്ള പള്ളിക്കാർ കളിക്കുന്നതും കൂടി ഫോണിൽ പകർത്തണമെന്ന് ശീതൾ പറഞ്ഞതുകൊണ്ടാണ് ഋഷു അവരോടൊപ്പം പോകാതെ ഓഡിറ്റോറിയത്തിൽ തന്നെ ഇരുന്നത്. ബെന്നി അങ്ങനെ പറയുന്നത് കേട്ടതും അവനെ ഒന്ന് ചെന്ന് കാണണമെന്ന് കരുതി അവൾ അവിടെ നിന്നും എഴുന്നേറ്റു. അവരുടെ പള്ളിയിൽ തന്നെ ഉണ്ടായിരുന്ന മറ്റൊരു കുട്ടിയെ വീഡിയോ എടുക്കാൻ ഏൽപ്പിച്ചതിനു ശേഷം അവൾ പുറത്തേക്കിറങ്ങി. എന്നാൽ അവളെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ക്രിസ്റ്റി. അവൾ പുറത്തേക്ക് ഇറങ്ങിയതും കണ്ടിരുന്നു. അപ്പോൾ എന്തിനായിരിക്കും പുറത്തേക്ക് പോകുന്നത് എന്നുള്ള സംശയത്തോടെ അവൻ നെറ്റിച്ചുളിച്ചു. എടാ, ഞാനൊന്ന് വാഷ്റൂമിൽ വരെ പോയിട്ട് വരാവേ, മറ്റൊരു കൂട്ടുകാരനോട് സംസാരിച്ചു കൊണ്ടിരുന്ന റയാനെ നോക്കി പറഞ്ഞതിന് ശേഷം ക്രിസ്റ്റിയും അവൾ പോയതിൻ്റെ പുറകെ പോയി.